കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. സാധാരണ തെരഞ്ഞെടുപ്പിന് മുന്നേ വലിയ വാദപ്രതിവാദങ്ങൾ ഇറക്കും. എല്ലാ നേതാക്കളും വലിയ തങ്ങളുടെ വാദങ്ങളൊക്കെ നിരത്തി സംസാരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP നിൽക്കും. അതുപോലെ കോൺഗ്രസ് നല്ല വിജയം, ഇന്ത്യ മുന്നണി നല്ല വിജയം കാഴ്ചവെച്ച് മുന്നേറി നിൽക്കുന്നു. കേരളത്തിലാണെങ്കിൽ ഒരു UDF തരംഗം. BJP ആദ്യമായി അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പൊതുവേ ഉള്ളത്. ഇത് സംബന്ധിച്ച നേതാക്കളുടെയൊക്കെ ഒത്തിരി വാദപ്രതിവാദങ്ങളും അവരുടെ അവകാശവാദങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു, കേട്ടു കഴിഞ്ഞു. ഇനി പുതിയ അധികാര ശ്രേണിയിലേക്ക് നമ്മളെ ഇന്ത്യയെ നയിക്കാനുള്ള ആളുകൾ ആരെന്ന് തീരുമാനിക്കാനുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലൂടെയും നടന്നു പോവുകയാണ്. നമുക്ക് കണ്ണൂരിൽ, കാസർഗോഡിൽ, വടകരയിൽ, കേരളത്തിൽ, അതിനുശേഷം ഇന്ത്യയിലുടനീളം നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വോട്ടിംഗ് നിലയും വോട്ടിൻ്റെ ഒരു നിലവാരവും, ഈ UDFന് നല്ല ഭൂരിപക്ഷമാണ് എല്ലാ കാൻഡിഡേറ്റ്സിനും കിട്ടിയിട്ടുള്ളത്. വളരെ ചെറിയ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾ മാത്രമാണ് നേരിയ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ജയിച്ചത്. ബാക്കിയെല്ലാം ലക്ഷങ്ങളുടെ, മലബാറിലൊക്കെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണ് ഷാഫി ഉൾപ്പെടെയുള്ളവർ നേടിയിട്ടുള്ളത്. അതൊക്കെ എങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ എവിടെ പോയി? ഇതൊക്കെ നമുക്കൊന്നറിയാം നമ്മുടെ നേതാക്കളിലൂടെ. BJPയുടെ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്, അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, KPCCയുടെ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, 3 പേർ നമ്മോടൊപ്പം നേർരേഖയിൽ പങ്കെടുക്കുകയാണ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. BJPയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കേരളത്തിൽ അവർ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. അപ്പോൾ ഹരിദാസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. N. ഹരിദാസ്, 400 പ്രതീക്ഷിച്ചത്. കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്തു തോന്നുന്നു താങ്കൾക്ക്? അല്ല, ഞങ്ങൾ 400 ജനങ്ങളെ മുന്നിൽ വെച്ചത്. BJP 400 സീറ്റിൽ ജയിക്കാനുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു BJPക്ക്. കാരണം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ സെൻസക്സ് നടത്തണം എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ വന്നാൽ നടത്തുമെന്നൊക്കെ പറഞ്ഞ് ജാതീയ സംഘടനകളെ ഇളക്കി വിട്ടുകൊണ്ടാണുള്ള കുപ്രചരണം നടന്നിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് സമ്പന്നരുടെ അടുക്കൽ നിന്ന് സമ്പത്ത് പിടിച്ച് ഞങ്ങൾ താഴെത്തട്ടിൽ സാധാരണക്കാർക്ക് കൊടുക്കുമെന്നൊക്കെ വലിയ രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങളെ കൊടുത്തു സാധാരണക്കാരുടെ ഇടയിലേക്ക്. ജാതീയമായ വിവേചനം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എല്ലാ മുന്നണികളും സ്വാഭാവികമായിട്ടും ഞങ്ങൾ 295 കിട്ടി അധികാരത്തിലേറുന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. 400 സീറ്റ് പ്രതീക്ഷിച്ച് BJP മത്സരിച്ച് 293 സീറ്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അതെന്തുകൊണ്ടെന്ന് പാർട്ടി വിലയിരുത്തും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടെടുത്ത് അത് വിശകലനം ചെയ്യാനും പരിശോധിക്കാനും അത് പുനഃപരിശോധിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വിജയിച്ച സ്ഥലത്തും ഇതേ രീതിയിൽ ഏതു കാരണത്താലാണ് വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് പരിശോധന നടത്തും. അതുകൊണ്ട് സ്വാഭാവികമായി ജനങ്ങളാണ് അന്തിമ വിധി കൽപ്പിക്കുന്നവർ. ഇപ്പോൾ എക്സാറ്റ് പോൾ വന്നു, എക്സിറ്റ് പോളിൻ്റെ കണക്കുകൾ തെറ്റി ഇപ്പോൾ എക്സാറ്റ് പോൾ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് 3ാം പ്രാവശ്യവും അധികാരത്തിലേറേണ്ട സാഹചര്യം മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു 1962 ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 3 വട്ടം അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ, ഭാരതത്തിൽ ഒരു 3ാം ഘട്ടവും ഒരു ഭാരതീയ ജനതാ പാർട്ടിക്കൊരു അവസരം ലഭിക്കുന്നത്. നരേന്ദ്രമോദിജിയുടെ മോഡിജിയുടെ സങ്കല്പത്തിനനുസരിച്ച് വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനം 3ാം ഘട്ടം ഉണ്ടാവും. അതിനുള്ള മാൻഡേറ്റ് ജനങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് കേരളത്തിൽ അക്കൗണ്ട് തുറന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ? അല്ല, കേരളത്തിൽ ഞങ്ങളോട് പറഞ്ഞത് എന്താണ്? കേരളത്തിൽ 2 ദിവസം മാത്രം BJPക്ക് എക്സിറ്റ് പോൾ വന്നപ്പോൾ കേരളത്തിലൊരു മന്ത്രി പറഞ്ഞത് 2 ദിവസത്തേക്ക് MP BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും കോഴിമുട്ട കാണിച്ചിട്ടാണ് ഇതാണ് BJPയുടെ ഗതി എന്ന് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് BJP അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റം അവഹേളനം ഒരു സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് നേരെ അത് കേരളത്തിൽ BJPക്കാണ്. അവിടെയാണ് ക്രമാതീതമായ വർധനവുണ്ടായിട്ടുണ്ട്. BJPയിൽ 33 ലക്ഷത്തോളം വോട്ടുകളാണ് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. 1 ലക്ഷം വോട്ടുകൾ കവിഞ്ഞ് ഞങ്ങൾ 11 നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നാമതെത്തിയിട്ടുണ്ട് കേരളത്തിൽ. അപ്പം കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായി BJP വളർന്നു കഴിഞ്ഞ് ജനങ്ങളാണ് അത് തിരഞ്ഞെടുത്തത്. ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്. തിരിച്ചു വരാം. ചന്ദ്രൻ തില്ലങ്കേരി, നല്ല ഒരു വിജയം ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നു. കേരളത്തിൽ 18 സീറ്റിൽ UDF ജയിച്ചിരിക്കുന്നു. കണ്ണൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് അതിനെ ചുക്കാൻ പിടിച്ച ഒരാളാണ് തങ്കം. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്?
ആദ്യം കേരളത്തിലെ പോലെ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ഇക്കുറി നമുക്ക് തിരഞ്ഞെടുപ്പിൽ വിജയം നേടാനുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാന ഘടകം വളരെ ഓരോരോ മുന്നൊരുക്കം ഒരു വർഷം മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, പാർട്ടി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ചില ആശങ്കകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ തന്നെ പാർട്ടി നേതൃത്വം വളരെ കാര്യമായ ശ്രദ്ധ അത്തരം മേഖലകളിൽ ചെലുത്തണമെന്ന് മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കീഴ്ഘടകങ്ങളോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വർഷമായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകളിൽ സജീവമായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വം. വോട്ടർ പട്ടിക ചേർക്കുന്ന കാര്യത്തിൽ വളരെ സജീവമായ ഇടപെടൽ പാർട്ടി പ്രവർത്തകന്മാർ നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരമൊരു വലിയ വിജയം കേരളത്തിൽ ഇത്രയധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങളാരും പ്രതീക്ഷയല്ല. പക്ഷേ സ്വാഭാവികമായി കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള പ്രതിഷേധം, അതിനപ്പുറം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി തന്നെ വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദുഃഖകരമായ കാഴ്ചയും നമ്മൾ കാണും. അപ്പോൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയബോധമുള്ള സാധാരണ ജനവിഭാഗം, നമുക്കാവശ്യം മതാടിസ്ഥാനത്തിലുള്ള വിഭജനമല്ല, ജീവിക്കാൻ ആവശ്യമായ സംവിധാനമാണ്. സാധാരണക്കാരന് ഭക്ഷണം നൽകാൻ പദ്ധതികൾ കൊണ്ടുവന്ന കോൺഗ്രസ് പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാം എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട് എന്ന് അങ്ങനെയാണ് ഞങ്ങളത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്. അപ്രതീക്ഷിത വിജയമാണ്. ഈ വോട്ടിന്റെ ഭൂരിപക്ഷം നോക്കുമ്പോൾ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ. അപ്രതീക്ഷിത വിജയമല്ല, വിജയം അപ്രതീക്ഷിതല്ല, ഭൂരിപക്ഷം. അതെ അതെ, ഭൂരിപക്ഷം പ്രതീക്ഷിക്കാത്തതിനേക്കാൾ ഒരിക്കലും അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും ഒന്നിന് മേലെ 1.5, 2 വരുമ്പോൾ കണ്ണൂരിലെ പാർലമെന്റിൽ കെ സുധാകരൻ അത്രയും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ? ഞങ്ങൾ കണ്ണൂരിൽ നിന്നല്ല, ഞങ്ങള് അത്തരം ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള വോട്ട് കണക്ക് കൂട്ടിയാൽ ഞങ്ങൾക്ക് അത്ര ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഇടതുപക്ഷത്തിന്റെ എല്ലാ വോട്ട് വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, BJP-യിൽ നിന്നുള്ള വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ നാട് പുരോഗതിയിലേക്ക് പോകണമെന്നും സമാധാനപരമായി പോകണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് ഇക്കുറി UDF-ന് അനുകൂലമായി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല, അതൊരു വലിയ മുദ്രാവാക്യമായിട്ട് പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് സംഭവിച്ചു കേരളത്തിൽ ഇടത് മുന്നണിക്ക്? അല്ല, കേരളത്തിലെ പറയുന്നതിന് മുമ്പേ രാജ്യത്ത് മതേതരത്വവും ഭരണഘടനയും ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായത്. ജനങ്ങളാകെ വലിയ ആശങ്കയിലായിരുന്നു. തീർച്ചയായും മതേതരത്വവും ഭരണഘടനയും വീണ്ടും 400 സീറ്റുമായി അധികാരത്തിൽ വന്നാൽ, BJP വന്നാൽ ഇത് തിരുത്തി കുറിക്കും എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ഭരണഘടന മാറ്റിയെഴുതുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ മതേതര വിശ്വാസികളാണ്. രാജ്യത്ത് ദേശാഭിമാന ബോധമുള്ള 10,000-കണക്കിന് ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഇത് BJP-യുടെ 10 വർഷക്കാലത്തെ ഭരണം വേദന ഉളവാക്കിയതാണ്. അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ പ്രതികരിച്ചു. മാത്രമല്ല, കഴിഞ്ഞ 2014-ലെ തെരഞ്ഞെടുപ്പിലും 2019-ലെ തെരഞ്ഞെടുപ്പിലും BJP-ക്ക് പിന്നിൽ അണിനിരുന്നത് വലിയ യുവാക്കളാണ്, യുവജനങ്ങളാണ്. അവർ കഴിയൊഴിഞ്ഞു BJP. കാര്യം എന്താ? തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ്, ഒരു പദ്ധതിയുമില്ല, പട്ടാളത്ത് ചേരാൻ പ്രത്യേക സംവിധാനം, ഇതെല്ലാം ഏർപ്പെടുത്തിയപ്പോൾ യുവാക്കൾ, നിങ്ങൾ ശ്രദ്ധിച്ചോ, രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളാകെ BJP-ക്കെതിരായിരുന്നു. ഇപ്പോൾ വാരണാസിയിൽ മോദിയുടെ മണ്ഡലത്തിൽ 5,09,000 വോട്ടിന് ജയിച്ച മോഡി ഇത്തവണ ജയിച്ചത് 1.5 ലക്ഷം വോട്ടിനാണ്. അതെ, ഇത് ഇന്ത്യയിലാകെ സ്മൃതി ഇറാനി അമേഠിയിൽ പരാജയപ്പെടുകയില്ല. ഇന്ത്യയിൽ യു പി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹൃദയഭൂമിയാണ്. മതേതര മനസ്സുള്ള ജനങ്ങളാണ് UP-യിലെ ജനങ്ങൾ. 83 സീറ്റിൽ മഹാഭൂരിപക്ഷ സീറ്റും അല്ലല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019-ലെ തെരഞ്ഞെടുപ്പിൽ BJP-ന്റെ കയ്യിലാണ്. ഇത്തവണ 46 സീറ്റ് ഇന്ത്യ മുന്നണിയുടെ കയ്യിലാണ്. അഖിലേഷ് യാദവ്, കോൺഗ്രസിന് 8 സീറ്റ്, അഖിലേഷ് യാദവിന് 36 മറ്റോ സീറ്റാണ്. തീർച്ചയായും UP ഇന്ത്യയുടെ ഹൃദയഭൂമി. ആരാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്, ഭരിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്ന UP-യിൽ തിരിഞ്ഞ് BJP-ക്കെതിരെ
നരേന്ദ്രമോദിക്കെതിരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. എന്താണ് കേരളം നൽകുന്ന സൂചന? കേരളത്തിന് ഞങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടായി. എന്തുകൊണ്ട് 2014-ലും 2019-ലും ആവർത്തിച്ച അതേ തെരഞ്ഞെടുപ്പ് പിന്നെ അതേ അതേ സംവിധാനമാണ് കേരളത്തിൽ. എന്തുകൊണ്ട് 2004-ല് LDF 18 സീറ്റ് ജയിച്ച എന്താ സാഹചര്യം? എന്തായിരുന്നു രാഷ്ട്രീയ സാഹചര്യം? ഭരണവിരുദ്ധ വികാരം, കോൺഗ്രസിനെതിരെ രാജ്യത്താകെ വളർന്നു വന്നിരിക്കുന്ന വികാരം, അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഭരണവിരുദ്ധ വികാരമുണ്ട്. ഞങ്ങളിത് പരിശോധിക്കും. അല്ല ഉണ്ടോ ഭരണവിരുദ്ധ? അല്ല, ഇതിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂർ 48 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. അല്ല, എന്തായാലും വോട്ടുകളിൽ പോലും UDF-ന് അനുകൂലമായി വോട്ടിംഗ് നില ഉയർന്നിരിക്കും. അതായത് BJP-യെ പരാജയപ്പെടുത്തുക, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ. അല്ല, ഞാൻ പറഞ്ഞു, ഒരു ഭരണവിരുദ്ധ തരംഗത്ത് താങ്കൾ പറഞ്ഞു. മതന്യൂനപക്ഷങ്ങള് പ്രത്യേകിച്ച് ആശങ്ക വളരെ BJP-യെ പരാജയപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായും ലെഫ്റ്റിന് വോട്ട് ചെയ്താൽ ഇന്ത്യ സഖ്യം, അത് ഫലത്തിൽ ലെഫ്റ്റും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്, കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ കുറച്ചുകൂടി ഓപ്ഷൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് ജനങ്ങൾ ചിന്തിച്ചതിന്റെ ഒരു 2014-ലും 2019-ലും ഇതേ പാറ്റേൺ ആണ്. 2014 ഭരണവിരുദ്ധ തരംഗം കൂടി അല്ല, 2014 അല്ല ഞാൻ പറഞ്ഞത്, 2004-ൽ 18 സീറ്റ്, 2004-ൽ LDF-ന് 18 സീറ്റാണ്. അന്ന് UDF-നെതിരെയുള്ള വലിയ വികാരമുണ്ട്. അതുപോലെ LDF-നെതിരെ ഒരു വികാരം ഇപ്പോൾ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തും ഞങ്ങളുടെ പാർട്ടിയോ ഇടതുപക്ഷ ചെറുതായിട്ട് ഇത് പരിശോധിച്ചാൽ മാത്രമേ കാണാൻ കഴിയൂ. ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരാജയത്തെ ചെറുതാക്കി കാണേണ്ടതില്ല. അതിന് വലിയ ആഴത്തിലുള്ള പഠനം ഞങ്ങൾക്ക് N. ഹരിദാസിനോട് നമുക്കൊന്ന് ചോദിക്കാം. ഹരിദാസ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി ഒരു മത ന്യൂനപക്ഷത്തിനെതിരെ ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾക്കാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അവസാന ഘട്ടം ഇറങ്ങി പുറപ്പെട്ടത്. താങ്കൾ ഈ കേരളം പോലുള്ള ഒരു സെക്യുലർ, ഏറ്റവും മതസൗഹാർദ്ദമുള്ള ഈ നാട്ടിൽ ജീവിക്കുന്ന, താങ്കൾക്ക് ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ താങ്കൾക്കുള്ളിൽ എന്ത് തോന്നി? അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഷൈജൻ പറഞ്ഞ ഒരു കാര്യം, ഇപ്പം ഇന്ത്യയുടെ ഭരണഘടന പോലും മാറ്റി എഴുതുമെന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തി. എവിടെയാണ് BJP ഭരണഘടന മാറ്റി എഴുതാൻ പോയിട്ടുള്ളത്? 10 വർഷം കൈവശം ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഭരണഘടന മാറ്റിയോ? അല്ല, ഞാൻ തെറ്റിദ്ധാരണ പരത്തുന്ന നിരവധി പ്രചരണങ്ങൾ. ജാതി സെൻസസ് നടത്തും ഞങ്ങൾ വന്നാൽ, നിങ്ങൾക്ക് സമ്പന്നരുടെ പൈസ പിടിച്ചു വളച്ച് ഞങ്ങൾ തിരിച്ച് സാധാരണക്കാരിൽ കൊടുക്കുമ്പോൾ എന്നൊരു മോഹന വാഗ്ദാനം നടത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളത്. പിന്നെ നരേന്ദ്രമോദിയുടെ ഇടിവ് സംഭവിച്ചു. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര ലക്ഷം വോട്ടിന്റെ കൈപ്രാവശ്യം? ഇപ്രാവശ്യം എത്ര ശതമാനം വോട്ട്? 1.5 ലക്ഷം വോട്ട് കുറവാണ്. 1.5 ലക്ഷം വോട്ട് കുറവാണ്. അന്ന് നരേന്ദ്രമോദിയുടെ വോട്ട് ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം SP മത്സരിച്ചു, കോൺഗ്രസും സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിച്ച്. അവിടെ SP-ക്ക് 1,95,000 വോട്ടുണ്ട്, കോൺഗ്രസിന് 1,52,000 വോട്ടുണ്ട്. നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 6,12,970 വോട്ടാണ്. ഇപ്രാവശ്യം കിട്ടിയത് 2014 കിട്ടിയ 6,74,664 വോട്ടാണ്. ഇപ്രാവശ്യം കിട്ടിയ 6,12,970 വോട്ടാണ്. 54,000 വോട്ടിന്റെ കുറവ് വന്നത് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി മത്സരിച്ചു, ഇവർ ഒന്നായി മത്സരിച്ചു. ആ മത്സരിച്ചതിന്റെ വോട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. നരേന്ദ്രമോദിക്ക് ഒരു സംഭവിച്ചിട്ടില്ല. 1.5 ലക്ഷം വോട്ടിന് വർധനവോടുകൂടി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് നിന്ന് ഈ UP-യിൽ മത്സരിക്കുക മാത്രമല്ല ചെയ്ത്, UP-യിലെ സാധാരണക്കാരായ നിരക്ഷരായിട്ടുള്ള ആളുകളുടെ വ്യാജ പ്രചരണം നടത്തി, തെറ്റായ പ്രചരണം നടത്തി. ഇന്ത്യ ഉണ്ടെങ്കിൽ, ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടാവും. ഇപ്പൊ ഇടത് എവിടെയാണ് ഇന്ത്യയിലുള്ളത്? ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്, എവിടെയാണ് ഇടതുള്ള ഇന്ത്യ? അതെ. അപ്പൊ പിന്നെ നരേന്ദ്രമോദി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതിന് മുന്നേ ഒരു വിഷയമുണ്ട്. അതിന് മുന്നേ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയുടെ വിഭവങ്ങളുടെ അവകാശി ന്യൂനപക്ഷമാണ്. ആദ്യത്തെ അവകാശി ന്യൂനപക്ഷം എന്ന് പറഞ്ഞേ, ഭരണഘടനയെ പോലെ പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷത്തെ മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ വിഭവങ്ങളുടെ ആദ്യ അവകാശി ന്യൂനപക്ഷങ്ങളാണെന്ന്. ഒരു രാജ്യത്തെ വിഭവങ്ങളുടെ അവകാശി ആദ്യമായിട്ട് വരുന്ന ആരാണ് നിങ്ങൾ അറിയോ? വനവാസികൾ കൊടുക്കേണ്ട ആദിവാസികളാണ്. അവരാണ് ആദ്യത്തെ അവകാശി ഇന്ത്യയുടെ. അത് കഴിഞ്ഞിട്ടാണ് ഞാനും നിങ്ങളും വരുന്ന ആളുകളുള്ളൂ. അപ്പൊ ഇന്ത്യയുടെ അവകാശം എല്ലാവർക്കും. കൂടുതൽ കുട്ടികൾ കൂടുതൽ നിങ്ങൾ മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്ത് നരേന്ദ്രമോദി മുസ്ലിമിന്റെ പേരോട് പറഞ്ഞിട്ടില്ല. കൂടുതൽ കുട്ടികൾ ആരാ? കൂടുതൽ കുട്ടികൾ നോർത്ത് ഈസ്റ്റിലും എത്രയോ ഹിന്ദുക്കൾക്ക് കൂടുതൽ കുട്ടികൾ. എത്ര കുട്ടികളുണ്ട്? എന്റെ അച്ഛൻ 8 മക്കളുണ്ടായി.
എന്റെ അച്ഛൻ 8 മക്കളുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ കുട്ടികളുള്ള നരേന്ദ്രമോദിയെ തെറ്റായെങ്കിൽ ഒരു പ്രചരണം നടത്തി ആര് കോൺഗ്രസ് രാഹുൽ ഗാന്ധി എത്ര തവണ എന്തെല്ലാം പറഞ്ഞു, മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ചു. ഇത്രയധികം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ, ഒരു പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുൻ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു നേതാവിനെ അവഹേളിച്ച ഒരു ചരിത്രം നമുക്ക് പരിശോധിക്കാൻ പറ്റുമോ? മരണത്തിന് വ്യാപാരിയാണ്, ഈ ഭരണഘടന മാറ്റാൻ പോകും, ഇന്ത്യ വിൽക്കാൻ പോകുന്നു, ന്യൂനപക്ഷങ്ങളെ കൊല്ലാൻ പോകുന്നു, എന്തൊക്കെ പ്രചരണ. ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. എന്നിട്ട് പോലും കോൺഗ്രസ് അതിനെക്കണ്ടുണ്ട് എന്നറിയാം. എന്നിട്ട് കോൺഗ്രസ് എത്ര സ്ഥലത്ത് മത്സരിച്ച് എത്ര ജയിച്ച? 99 സീറ്റാണ് കിട്ടിയത് കോൺഗ്രസിന്. BJP ഒറ്റക്ക് കിട്ടിയ സീറ്റ് NDAക്ക് ഇന്ത്യ മുന്നണി കിട്ടിയിട്ടുണ്ടോ? BJP ഒറ്റക്ക് കിട്ടിയ സീറ്റ് ഇത്രയധികം പ്രചരണം നടത്തിയിട്ട് ഇന്ത്യ മുന്നണി ഒന്നടങ്കം 28 പാർട്ടി 32 പാർട്ടിനെ കൂട്ടിയിട്ട് ആ മുന്നണിക്ക് ഈ സീറ്റ് കിട്ടിയോ? BJP തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉൾപ്പെടെ. അതിലൊരു കാര്യം പറയാനുള്ളത്, ഇവരിപ്പോ അവകാശപ്പെടുന്നത് നെഹ്റുവിന് ശേഷം 3 വട്ടം തുടർച്ചയായി അധികാരത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ്. നെഹ്റു ഇന്ത്യ രാജ്യത്ത് ഉയർത്തിവിട്ടിരുന്ന രാഷ്ട്രീയമായിരുന്നു. നെഹ്റു ചർച്ച ചെയ്യപ്പെട്ടത് വികസനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. നെഹ്റുവിനെ എതിർക്കാനും കോൺഗ്രസിനെ എതിർക്കാനും അക്കാലത്ത് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചായിരുന്നു. നെഹ്റുവിൻ സിദ്ധാന്തം പരാജയമാണെന്ന് അക്കാലത്ത് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയം ചർച്ച ചെയ്ത് വന്നതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇന്ത്യയിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ BJP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം മതം ചർച്ച ചെയ്യപ്പെട്ട് മതവികാരം ചൂഷണം ചെയ്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിലടക്കമുള്ള ജനവിഭാഗങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ ലോലഹൃദയരായ ഒരുപാട് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ BJPക്ക് അനുകൂലമായി നിന്നിട്ടുണ്ടാവാം. അതിനുശേഷം BJPയിൽ നിന്നാൽ ഹിന്ദുവിൻ്റെ അഭിമാനം വല്ലാതെ അങ്ങ് ഉയരുമെന്നൊക്കെ പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണ്. ഇവിടെയും ഹിന്ദുവില്ലാതെ അവരൊരു ചർച്ച പോലും നടത്തിയിട്ടില്ല. അതിനുശേഷം അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. BJPയിൽ പോയതുകൊണ്ട് നരേന്ദ്രമോദി അടക്കമുള്ള BJPയുടെ ഉന്നത നേതാക്കൾക്കും സമ്പന്നന്മാരായിട്ടുള്ള മുതലാളിമാർക്കും മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ എന്ന് താഴെത്തട്ടിലുള്ള സാധാരണ ജനവിഭാഗത്തിന് ബോധ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ഉത്തർപ്രദേശ് BJPയുടെ ഈറ്റില്ലമെന്നൊക്കെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ഈ രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദ് ജില്ലയിൽ ആ പ്രദേശ് അയോധ്യ അടക്കമുള്ള നിയോജക മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമേഠി അടക്കമുള്ള സീറ്റിൽ വെല്ലുവിളിയായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വ്യക്തിപരമായ അവഹേളനം നടത്തിക്കൊണ്ട് മോദിയെ വല്ലാതെ അങ്ങ് ഭരണത്തിന്റെ വ്യാപാരി എന്നൊക്കെ പ്രചരണം നടത്തിയെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഈ രാജ്യത്ത് വർഗീയപരമായ ചേരിതിരിവിന് ആക്കം കൂട്ടിയത് BJPയുടെ ഭരണകാലത്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അധസ്ഥിതരായിട്ടുള്ള ആളുകൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ ഒന്നും BJP മൈൻഡ് ചെയ്തിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കർഷകരെ പൂർണ്ണമായി അവഹേളിച്ചു. ഇപ്പോഴും കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് കർഷകരാണ്. ആ കർഷകരെയൊക്കെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോയി എന്നല്ലാതെ അവർക്ക് വിലക്കയറ്റം വല്ലാത്ത രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിച്ചിട്ട് പോലും അതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കാൻ കഴിയാത്ത കർഷകർ രാജ്യവ്യാപകമായ സമരത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും സമരം നടത്തേണ്ടി വന്ന ഒരു ഗതികേട് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടുണ്ടായില്ല. അതിനെല്ലാം മറികടക്കാൻ ഇവർ ഉപയോഗിച്ച വിഷയമാണ് മതം. തീർച്ചയായും ഇവിടെ എന്തായിരുന്നു സൂചിപ്പിച്ചത്? കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ രാജ്യത്തിനടക്കേണ്ട നികുതി പണത്തിൽ ഇളവ് ചെയ്ത് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അവർക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു. വായ്പകൾ എഴുതിത്തള്ളിയ കോൺഗ്രസ് ഈ രാജ്യത്ത് വായ്പ എഴുതിത്തള്ളിയിട്ടുണ്ട്. സാധാരണക്കാരന്റെ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ സർവീസ് ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പകൾ പോലും എഴുതിത്തള്ളി പാവപ്പെട്ടവന്റെ കാർഷിക മേഖലയിൽ ലാഭം കിട്ടാതിരിക്കുമ്പോൾ അവനെ സഹായിക്കാൻ നടപടികൾ എഴുതിത്തള്ളിയ വായ്പകൾ. രണ്ടാമത് തൊഴിലുറപ്പ് പദ്ധതി അടക്കം പാവപ്പെട്ടവൻ ഉപയോഗിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന എന്താണ് BJP ചെയ്തിട്ടുള്ളത്? അവിടെയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഈ നികുതി വെട്ടിപ്പുകാരെ കൃത്യമായി പരിശോധന നടത്തി അവരിൽ നിന്ന് പണം പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് നരേന്ദ്രമോദിയും BJP.
ഇടതുമുന്നണി എന്ന ആ ഒരു സങ്കല്പമുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രസക്തി ഇനി എത്രമാത്രമാണ് ഭാരതത്തിൽ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, കേരളത്തിൽ പോലെ ഈ അവസ്ഥയിൽ ചിഹ്നമൊക്കെ കിട്ടും, ചിഹ്നമൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതിനേക്കാൾ വലിയ തിരിച്ചടി അതിജീവിച്ചിട്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. BJPക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ ഒരു ഘട്ടത്തിലും, 2 സീറ്റിൽ നിന്ന് അധികാരത്തിലേക്ക് വന്നല്ലോ. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിനകത്ത് 2-2 4 ആവും, 2-2 0 ആവും. തീർച്ചയായും ഇടതുപക്ഷം എന്ന് പറയുന്ന ഇന്ത്യയിലെ പുരോഗമന മതേതര ജനാധിപത്യ നിലപാട് സ്വീകരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞോട്ടെ, RSSന്റെ ആഭ്യന്തര ശത്രുക്കൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആഭ്യന്തര ശത്രു മുസ്ലിമാണ്, രണ്ടാമത് ക്രിസ്ത്യാനിയാണ്, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരാണ്. തീർച്ചയായും ആഭ്യന്തര ശത്രുക്കൾ എന്ന് ഗോൾവൽക്കറും സവർക്കറും പ്രഖ്യാപിച്ച ഈ നാട്ടിനകത്ത് അത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിദാസ് പറഞ്ഞല്ലോ, 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന് പ്രഖ്യാപിച്ച BJPയുടെ MP-യാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ MP-യാണ് 400 സീറ്റ് BJP അധികാരത്തിൽ വന്ന ഭരണഘടന കൃത്യമായ തെളിവുണ്ട്. എല്ലാ TV ചാനലിലും പ്രസിദ്ധീകരിച്ച, എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ച. അപ്പൊ തീർച്ചയായും നരേന്ദ്രമോദി ജനങ്ങൾ വിശ്വാസമില്ല എന്നുള്ളതാണ് ഈ പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം മുഴുവൻ സംഖ്യയും കൂടുമ്പോഴും BJP മോദിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ ഞാൻ പറഞ്ഞ ഞങ്ങളെ ഞങ്ങൾ പരിശോധിച്ചു. 2014 2019 ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, തിരുത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. 2019 ശേഷം 20 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ BJPയുടെ നേതാക്കന്മാരുടെ ബൂത്തിലും പഞ്ചായത്ത് വാർഡിലും കിട്ടിയ വോട്ടിന്റെ എണ്ണം പരിശോധിച്ചാൽ മതി. ഞങ്ങൾ 2014 19 വലിയ തിരിച്ചടി. കേരളത്തിൽ 14 നിയമസഭാ സീറ്റിൽ മാത്രമാണ് LDFന് ഭൂരിപക്ഷം. അവിടെ നിന്ന് ഞങ്ങൾ 91 എത്തിയിട്ടുണ്ട്. തിരിച്ചു വരും. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായി തിരിച്ചു വന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായി തിരിച്ചു വന്നു. അപ്പൊ എഴുതി തള്ളാവുന്ന ശക്തിയിൽ ഒരു പരാജയം കൊണ്ട് ഒന്നിനെ തീർത്ത് കളയാം എന്നുള്ള നിലപാടും അഭിപ്രായം പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമായി. നമുക്ക് കണ്ണൂരിലെ ഒരു ഈ കെ സുധാകരന്റെ വിജയം എങ്ങനെയാണ് ശ്രീ ചന്ദ്രൻ എല്ലങ്കേരി അതിനെ ഒന്ന് വിലയിരുത്തുന്നു നോക്കുക. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് വോട്ട് അവർക്ക് കൂടുതൽ ലഭിച്ചത്? എന്തായിരുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയം? എന്താണ് ചന്ദ്രൻ? കണ്ണൂരിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച, നേരത്തെ സൂചിപ്പിച്ചത് 2 പ്രധാന കാര്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഈ നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം. 2, സംസ്ഥാനത്ത് ഭരണം തകർത്തുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയുടെ ഭരണത്തിന് ശക്തമായ താക്കീത് കൊടുക്കണം. ഇത് രണ്ടും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കണ്ണൂരിലെ സ്ഥിതി നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. അടിക്കടി ഓരോ റൗണ്ടിൽ പോലും ഇടതുമുന്നണി ഒരു വോട്ടിനെങ്കിലും ലീഡ് നേടിയതായി ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ വറച്ചിരിക്കുക. കാരണം എന്താണ്? ആ പാർട്ടിയുടെ ചട്ടക്കൂട് വെച്ച് പാർട്ടി പറയുന്നത് മാത്രം അനുസരിച്ചിരുന്ന ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ ആ ചിന്താഗതിയിൽ പോയി തകർന്നിരിക്കാം. അവർ പാർട്ടി നേതൃത്വം പറയുന്നത് മാത്രം അനുസരിച്ച് കേഡർ പാർട്ടി എന്ന് പറഞ്ഞ് പുറത്തൊന്നും അറിയാതെ ഒരുപാട് അസ്വസ്ഥതകളും അസംതൃപ്തികളും ഉണ്ടായിട്ടും ഈ ഭരണത്തിനെതിരെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കും.
ധർമ്മടം നിയോജക മണ്ഡലത്തിലെ വിജയം, മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ വിജയം, തളിപ്പറമ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് കോട്ടകളെല്ലാം തകർന്നിരിക്കുന്നു. 2014 14 സീറ്റുകൾ 14 നിയമസഭാ സീറ്റുകളിലും ഏറ്റവും വലിയ ഞങ്ങളത് ശുഭസൂചകമായി കാണാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂടുകളുള്ള, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഘടനാ ചട്ടക്കൂടുള്ള ഒരു ജില്ല എന്ന നിലയിൽ ഇന്നലകളിൽ ലഭിക്കാത്ത കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി ചെയ്തു എന്നുള്ളത് വളരെയേറെ ശുഭകരമായ കാര്യമായി കാണുന്നു. അത് കണ്ട ഓപ്ഷൻ ഷൈജ് നേരത്തെ ഇവിടെ പറഞ്ഞു, ഞങ്ങള് BJP എതിർക്കാൻ ഞങ്ങളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവർ എന്നുള്ള പ്രചരണം പൊളിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ഇവിടുത്തെ CPM-ഉം ഇടതുമുന്നണിയും പറഞ്ഞത്. ഞങ്ങളാണ് ഞങ്ങൾ ആദ്യമേ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല, കോൺഗ്രസ് ആണ് രാജ്യത്ത് ദേശീയതയുള്ള ഒരു പാർട്ടി, BJP എതിർക്കാൻ പറ്റിയ പാർട്ടി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ മുന്നോട്ട് ആ ഒരു തീരുമാനം അംഗീകരിച്ചതിൽ താങ്കൾ ജില്ലാ പ്രസിഡന്റാണ്. ഇത്തവണ BJP-യുടെ ജില്ലയിലെ വോട്ടിംഗ് നല്ലോണം കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന രഘുനാഥ്. അല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ രഘുനാഥ് നല്ല പെർഫോമൻസ് ആയിരുന്നു രഘുനാഥിന്റെ. കാരണം രഘുനാഥ് നിന്നപ്പോ ഞങ്ങൾ ആദ്യം പറഞ്ഞു രഘുനാഥ് BJP-യുടെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും പിടിക്കും. സത്യത്തിൽ കോൺഗ്രസ് രക്ഷപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ CK പത്മനാഭൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇങ്ങനെ മുൻനിരയിലേക്ക് വരുന്നു. കൊണ്ടാണ് ഇത്രയും വോട്ട് കൂടുതൽ. അല്ല, അങ്ങനെയൊന്നല്ല, രഘുനാഥ് വന്നത് കൊണ്ടൊന്നല്ല. ഞാൻ ഇങ്ങോട്ട് പറയാം, ഞാൻ ഇങ്ങോട്ട് പറയാം, ഇവിടുത്തെ കോൺഗ്രസിന്റെ വിജയം എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് ഞങ്ങൾ കേരളം മൊത്തം വിജയിച്ചു. ഞാൻ കോൺഗ്രസിനോട് ഒരു കണക്ക് വയ്ക്കട്ടെ. 2010 UDF-ന് 96,04,326 വോട്ടാണ്. 2024 90,18,750. 5,85,574 ആളുകൾ കോൺഗ്രസിനോട് വട പറഞ്ഞുകൊണ്ട് കേരളത്തിൽ LDF-നോട് നോക്കാം. LDF-ന് 71,24,336 പേരായിരുന്നു 2019 വോട്ട് ചെയ്ത്. ഇപ്പൊ 66,65,365 4,58,867 പേര് LDF-ന് വോട്ട് ചെയ്തിട്ട് ഈ പ്രാവശ്യം കേരളം എവിടെയാണ്? 32,96,354 ചരിത്രത്തില്ലാത്ത വോട്ടാണ്. കഴിഞ്ഞ തവണ കുറവാണ് 12. കഴിഞ്ഞ തവണ ശതമാനം 19% ഇപ്രാവശ്യം 20% വോട്ട് BJP നേടി. ആരാണ് കേരളത്തിൽ വളരുന്നത്? ജനങ്ങൾ ആരെ വിശ്വസിക്കുന്നത്? BJP-യാണ് വിശ്വസിക്കുന്നത്. 20% ഒരു കാര്യം പറയാം, കേരളം മാറി മാറി ഭരിച്ചവർ എന്റെ മുന്നിൽ ഇരിക്കുന്നത് രണ്ട് കപട മുഖങ്ങളുള്ളവർ. കാരണം കപട മതേതരവാദികൾ എന്ന് പറയുന്നത്, കാരണം ഇവരിപ്പോ ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമി, SDP എല്ലാവരും അവിടെ പോയി വോട്ട് ചെയ്തു. ഇവരെ വിശ്വാസത്തിലില്ല. ഇവർ പുറകെ പോയി CPM വിട്ടുമുട്ടാത്ത വാദിലില്ല വർഗീയവാദികൾ. ഇവർ പറഞ്ഞു മതേതരവാദി. ഏത് മതേതരവാദി? ഇവരെ വർഗീയവാദികളെ കൂടെ നടന്നു, കിട്ടിയില്ല. ലാസ്റ്റ് അവസാനം എല്ലാവരും കൂടി ഒത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്തു. എന്നിട്ട് പോലും 5 ലക്ഷത്തിൽ വോട്ട് കോൺഗ്രസ്, 4 ലക്ഷം വോട്ട് കുറവാണ്. ഇവിടെ അടക്കം ഞാൻ ഒന്ന് പറഞ്ഞു 11 നിയോജക മണ്ഡലം കേരളത്തിൽ BJP-ക്ക് 1ാം സ്ഥാനത്തെത്തി. 2ാം സ്ഥാനത്ത് 16 നിയോജക മണ്ഡലം എത്തി കേരളത്തിൽ BJP അല്ല കേരളത്തിൽ വളരുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിലെ കാര്യം പറഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതോ BJP-ക്ക് ഒറ്റക്ക് ജയിച്ച വോട്ട് എണ്ണം പോലെ സീറ്റ് BJP അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല 19.5% വോട്ടിംഗ് പാറ്റേൺ മാറി. ഈ ഇടത് വലത് മുന്നണികൾക്കുള്ള വോട്ടിന്റെ കുറവും അദ്ദേഹം കണക്ക് സഹിതം പറയുന്നു. BJP നാളെ കേരളം ഭരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. 100% ഭരിക്കാനൊന്നും പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അത്രയധികം മണ്ടന്മാരല്ല എന്നാണ്. തൃശ്ശൂര് കോൺഗ്രസിന്റെ വോട്ട് എവിടെയാ പോയാൽ നോക്ക്. 2019 കോൺഗ്രസിന് പ്രതാപന് കിട്ടിയ വോട്ട് 1.5 ലക്ഷം വോട്ട് കാണാനില്ലല്ലോ. ആ വോട്ട് ആ വോട്ട് BJP-ക്ക് പോയി. അത് എങ്ങനെയാ കരാർ? എങ്ങനെയായിരിക്കും അത് കരാർ? ഇവർ തമ്മിൽ ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തില് കോൺഗ്രസും BJP-യും
ഒക്കെ ചങ്ങായിമാരായിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങള് ഇപ്പം ഹരിദാസന്റെ പാർട്ടിന്റെ സ്ഥാനാർത്ഥി, കണ്ണൂരെ സ്ഥാനാർത്ഥി രഘുനാഥ് ഒരു 1.5 കൊല്ലം മുമ്പേ 2 കൊല്ലം മുമ്പേ കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി പറയുന്ന പോയിന്റ് കേരളത്തിലെ 95 MP-മാർ മുൻ കോൺഗ്രസ്സുകാരാണ്. മുമ്പ് ഇപ്പൊ ജയിച്ച 95 MP-മാർ കോൺഗ്രസ്സുകാരാണ്. അപ്പൊ കോൺഗ്രസ് ബി ജെ പി തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസും ബി ജെ പിയും കേരളത്തിൽ ഒരുപോലെ നിൽക്കുക. അപ്പൊ തീർച്ചയായും തൃശ്ശൂരില് പത്മജ എഫക്റ്റാണ്. പത്മജയ്ക്ക് വലിയ ഓഫർ. അത് ആ വിഷയത്തിൽ വരുന്നതിന് മുമ്പ് 2004 BJP നേതൃത്വം കൊടുക്കുന്ന NDAക്ക് ഒരു സീറ്റ് കേരളത്തിൽ കിട്ടിയിരുന്നു. അത് BJP ഞാനെന്ന് പറയട്ടെ, ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. അത് BJP ഉൾക്കൊള്ളുന്ന NDA വന്നതുകൊണ്ട് BJP ആകമാനം വല്ലാതെ അങ്ങ് വളർന്നുപോയി എന്നുള്ളതല്ല. സാന്ദർഭികമായി ഒരു സീറ്റ് തൃശ്ശൂരിൽ BJPക്ക് കിട്ടി. ഞാൻ പറഞ്ഞു വരുത്തുന്നേ, ആ ഒരു സീറ്റ് BJPക്ക് കിട്ടി. അത് വലിയ മഹാത്ഭുതമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം വലിയ പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ BJP 10 വർഷം ഇവിടെ ഭരിച്ചു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കുറച്ച് വോട്ട് കിട്ടിയത് മഹാത്ഭുതമൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ കേരളം. പിന്നെ BJPക്ക് മാത്രമേ വോട്ടാണ്. ഉത്തർപ്രദേശിൽ BJPയുടെ വോട്ട് വല്ലാതെ പറഞ്ഞല്ലോ. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിൽ വരുന്ന വോട്ടുകൾ UDFന്റെ വോട്ട് മാത്രമല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചത് BJP ആണ്. ഞങ്ങൾക്ക് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ LDF വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. RSSകാരനായ വാസുമാഷ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ ആകർഷണമായിട്ടാണോ CPM പോയത്? രഘുനാഥ് പത്രസമ്മേളനം നടത്തിയിട്ട് ഹിന്ദുത്വത്തിൽ ആകർഷണമായിട്ടാണോ പോയത്? അബ്ദുള്ളക്കുട്ടി BJPയിൽ പോയത് ഹിന്ദുത്വത്തിൽ ആകർഷണമായിട്ടാണോ? അവരൊക്കെ അവരുടെ താൽക്കാലിക കാര്യത്തിന് വേണ്ടി, പല ആവശ്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയം മാറിപ്പോകുന്ന അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് രാഷ്ട്രീയത്തിൽ. ഭീഷണി മുഖാന്തരം പോകുന്ന ആളുകൾ. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെയും BJP ആദ്യം അനുനയിപ്പിക്കും, രണ്ടാമത് ED അയക്കും, ഭീഷണിപ്പെടുത്തും. അങ്ങനെ പോയ കുറെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഭീഷണി രഘുനാഥ് ഏത് കേട്ടാൽ നിങ്ങൾ ചിന്തിച്ചാൽ കോൺഗ്രസിന്റെ BJPയുടെ നയത്തിൽ എന്താ കാരണം പറഞ്ഞത്? BJPയെ രാജ്യത്ത് വളർത്തിയത് കോൺഗ്രസ്സാണ്. 12 മുഖ്യമന്ത്രിമാരാണ്, മുൻ മുഖ്യമന്ത്രിമാരാണ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പോകാൻ നേതാക്കളില്ല. ഈ രാജ്യത്തെ ദുർബലമായിക്കൊണ്ടിരിക്കും. ഒരു കമ്മ്യൂണിസവും ഈ രാജ്യത്ത് നടപ്പിലാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവാണ് പറഞ്ഞത്, നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈനാമ്പേച്ചിയിലും മരപ്പട്ടിയിലൊക്കെ ചിഹ്നം വെച്ച് മത്സരിക്കേണ്ടി വരുന്ന ഗതികേട് ഒഴിവാക്കാനെങ്കിലും നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ത്രിപുര നമ്മുടെ മുമ്പിലുണ്ട്, പശ്ചിമ ബംഗാൾ നമ്മുടെ മുമ്പിലുണ്ട്. കൂട്ടത്തോടെ MP-മാരും MLA-മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ എവിടുന്ന പോകാനുള്ളത്? വിശ്വനാഥ മേനോൻ പോയിട്ടുണ്ട്.
കഴിഞ്ഞ MLA CPM അൽഫോൺസ് കണ്ണന്താനം പോയിട്ടുണ്ട്. അൽഫോൺസ് കണ്ണന്താനം പോയിട്ടുണ്ട്. നിങ്ങളുടെ പിന്നെ- CPI യുടെ ഒരു അല്ല, അത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർത്തമാനം പറയണം. അല്ല, നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തെ CPI ജില്ലാ സെക്രട്ടറി പോയിട്ടുണ്ട്. രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഈ പ്രേഷർ കാണുമ്പോ ഇലക്ഷൻ ടൈമിൽ ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണി, ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് വെട്ടിയിലായി എണ്ണിക്കഴിഞ്ഞപ്പോ ഇവർ തമ്മിലാക്കി. ഇതെന്തൊരു മുന്നണി? ഗവൺമെന്റിനെ പിന്തുണക്കുമ്പോ തീർച്ചയായും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ഒരു രാഷ്ട്രീയ നയമാണ്. ആ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് രാജ്യത്ത് മതേതരത്വവും ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാനാണ്. ചന്ദ്രൻ തില്ലങ്കേരി കുറെ ആളുകൾ ഇങ്ങനെ ഇപ്പം രഘുനാഥ് പോയി, പത്മജ പോയി, ഈ രണ്ടുപേരാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് ഇപ്പം രംഗത്തുള്ളത്. ഇവർക്കൊക്കെ വലിയ ഓഫർ ഉണ്ട് എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി ഉണ്ടല്ലോ. ഈ ഓഫറുകളിൽ വീഴുന്നവർ ആദർശ ശുദ്ധിയില്ലാത്തവരാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പൊ അബ്ദുള്ള കുട്ടി കോൺഗ്രസിന്റെ KPC മെമ്പർ പോലും ആയിട്ടില്ല. അദ്ദേഹം ഓഫറിനുള്ള സാധ്യത എന്താണ് ചന്ദ്രൻ തില്ലങ്കേരി? ഏത് ഓഫർ? ഈ പത്മജയ്ക്ക് വലിയൊരു ഓഫർ ഉണ്ട് എന്നുള്ള നിങ്ങൾ കേട്ടാൽ പത്മജ പറഞ്ഞത് പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം പറഞ്ഞത് കോൺഗ്രസിലെ ചില വിഷയങ്ങളാണ്. കോൺഗ്രസിലെ വിഷയങ്ങളാണ്. അതല്ലാതെ നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ അതൊന്നും ആയിട്ടില്ല. വികാരപരമായ കോൺഗ്രസ് വിട്ടുപോകാൻ കഴിയില്ല. ഈ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു. വലിയ വർഗീയ പ്രചരണം അവിടെ നടന്നു. ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതേക്കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണങ്ങൾ? താങ്കൾ ആ മണ്ഡലത്തിൽപ്പെട്ട ഒരു വോട്ടർ കൂടിയാണ്. എന്താണ്? അതായത് 2014 19 ഇലക്ഷൻ പാറ്റേൺ തന്നെയാണ് 2024 വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. പറഞ്ഞു വലിയ രീതിയിൽ അല്ലല്ല, ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കുറഞ്ഞിട്ടില്ല. 2014 19 കിട്ടിയതിനേക്കാൾ വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബോധപൂർവം UDF ഇങ്ങനെയൊരു പ്രചരണം, താങ്കൾ പറഞ്ഞ പോലുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടി ബോധപൂർവ്വ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം UDF പ്രത്യേകിച്ച് ലീഗ് ആ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട്. അവരതിനകത്ത് വിജയിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, വിജയിച്ചിട്ടില്ല. വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഫലം വരിക. വിജയിച്ചിട്ടില്ല. അങ്ങനെയാണ് LDFന്റെ വോട്ടല്ലേ കുറയുണ്ട്. LDFന്റെ വോട്ട് കുറഞ്ഞു. പിന്നെ ആരുടെ വോട്ടാണ് അവിടെ പ്ലസ് ആയി വന്നിരിക്കുന്നത്? അവിടെ പ്ലസ് ആയി വന്നിരിക്കുന്ന പുതിയ വോട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞതിനേക്കാൾ ഡെവലപ്പ് ഭൂരിപക്ഷം 86 അതെ ഒരു 50% ഷംസീർ മത്സരിക്കുമ്പോൾ അവിടുത്തെ LDFന്റെ വോട്ട്, അതിനുശേഷം P ജയരാജ് മത്സരിക്കുമ്പോൾ ഉള്ള വോട്ട്, അതിനേക്കാൾ വോട്ട് ഷെയർ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വടകര പാർലമെന്റിൽ മുഖ്യമന്ത്രിയുടെ അജണ്ട ഞാൻ പറഞ്ഞുതരാം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പിണറായി വിജയൻ സ്വീകാര്യമല്ലാത്ത ആളുകളെ ആരൊക്കെ ഒതുക്കണം? അവിടെ വടകര പാർലമെന്റ് സീറ്റ് കൊടുത്തു. P ജയരാജന് സീറ്റ് കൊടുത്തു. അയാളെ ഒതുക്കി അയാൾ നോക്കുന്നറിയാം. രണ്ടാമത് മുഖ്യമന്ത്രിക്ക് ഒതുക്കേണ്ടത് ജനതാധീനമില്ല എന്ന് കാണിക്കേണ്ടത് ശൈല ടീച്ചറിയാ. കാരണം പറഞ്ഞെന്താ? ടീച്ചറമ്മ എന്ന് പറഞ്ഞ ടീച്ചറമ്മ. ഈ അമ്മ ഇപ്പൊ എവിടെ പോയി പാവം? ആ അമ്മേനെ പിടിച്ച് നിർത്തിച്ചിട്ട് എത്ര ആയിരക്കണക്കിന് വോട്ടിനെ തോറ്റെ? 1 ലക്ഷത്തിൽ പരം വോട്ടിനെ തോറ്റത്. സ്വീകാര്യമില്ലാത്ത ആളുകളെ മൂലക്കിരുത്തിയ മുഖ്യമന്ത്രി. അതാണ് ഇവിടെ വടകര. പിന്നെ വടകര വർഗീയത. ഞാൻ ചോദിക്കട്ടെ, ലീഗ് വർഗീയ ഇതേ ലീഗിന്റെ സ്വാധീനത്തിലാണ് ഇവിടെ തമിഴ്നാട് 2 സീറ്റ് നേടിയെടുത്തത്.
തമിഴ്നാട്ടിലെ കൂടെ മുസ്ലിം ലീഗിന്റെ കൊടിയിലേക്ക് രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിക്കും. നീ ജനങ്ങൾ ഫോട്ടോ ഉണ്ട്, CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ സ്റ്റേജിന്റെ മുകളിൽ DMK-യുടെ കൊടിയുണ്ട്, മുസ്ലിം ലീഗിന്റെ കൊടിയുണ്ട്, കോൺഗ്രസിന്റെ കൊടിയുണ്ട്, CPI-യുടെ കൊടിയുണ്ട്, CPM-ന്റെ കൊടിയുണ്ട്. ഷൈജൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ഷൈജൻ എടുക്കോ? അതേ ലീഗ് വർഗീയവാദിയാണ് നിങ്ങളുടെ നിലപാട് ഇവിടെ വിഷയം വടകരയിലെ വിഷയത്തില് ഒരുപക്ഷെ BJP ഉയർത്തുന്ന വർഗീയതയേക്കാൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വർഗീയ പ്രചരണം നടത്തിയ മുന്നണിയാണ് ഇടതു മുന്നണി. അവരെ കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ അവർക്കൊരു പ്രചരണമുണ്ട്. കോൺഗ്രസ് RSS ഒന്നാണ്, വീടുകളിൽ കയറി പ്രചരണം നടത്തും. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ദിവസം ഇറക്കിയ 2 ലഘുലേഖകൾ മുസ്ലിം മേഖലകളിൽ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ മേഖലകളിൽ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ മാത്രമേ ഉള്ളൂ എന്ന് ഒരേ ദിവസം ഇറക്കിയ 2 മേഖലകളിൽ വർഗീയമായ ചേരുതിരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം ഇറക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. കാഫിർ പ്രയോഗത്തിന്റെ ആളെ എന്താ ഇതുവരെ ഉപജ്ഞാതാവിനെ കണ്ടെത്താൻ കഴിയാത്തത്? വടകരയിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDF ജയിച്ചു, അതിന് മുന്നിലത്തെ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു. ഷാഫി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയപ്പോ അതിനു മുമ്പും ഇറങ്ങിയിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരും സഹോദരിമാരും അവരെല്ലാം രംഗത്തിറങ്ങിയപ്പോൾ തട്ടമിട്ട സ്ത്രീകളെ കണ്ടപ്പോൾ CPM-ർക്ക് കാലിളകി. അവരുടെ അച്ചിൽ നിന്നുണ്ടാക്കിയ വർഗീയ പ്രചരണങ്ങളാണ് വടകരയിൽ ഉണ്ടായത്. അതിനെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. പിന്നെ രണ്ടാമത് BJP CPM ടീച്ചറെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മുരളീധരൻ CPM-ന്റെ RSS-ന്റെ പ്രഖ്യാപിത ശത്രുവാണ്. നിയമം തെരഞ്ഞെടുപ്പില് നിയമത്തുണ്ടായിരുന്ന RSS-ന്റെ സീറ്റ് കളയാൻ വേണ്ടി മുരളീധരൻ മത്സരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം മുരളീധരനെ RSS പ്രഖ്യാപിത ശത്രുവായി പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഭാഗമായി തന്നെ വടകരയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ പൊളിഞ്ഞു. പിണറായി വിജയൻ നരേന്ദ്രമോദിയുമായി രഹസ്യധാരണ ഉണ്ടാക്കാൻ ബിരുദനാണ്. തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിന്റെ വോട്ട് മാത്രമേ കുറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ? തൃശ്ശൂരിൽ അത് ഞങ്ങളുടെ സംഘടനാ വീഴ്ചയെ ഞങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങളുടെ സംഘടനാ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ സംഘടനാ വീഴ്ച വരുത്തിയ ഒരു നേതൃത്വം തൃശ്ശൂരിലാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് പിണറായി വിജയൻ തൃശ്ശൂരിൽ വന്ന് കരുവന്നൂർ ബാങ്കിലെ പ്രതികളായിട്ടുള്ള CPM നേതാക്കന്മാരുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ രഹസ്യ ചർച്ചയിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ആ രഹസ്യ ചർച്ച അന്ന് മാത്രമല്ല, നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഇവിടെ വരുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം ഒരു മന്ത്രിയെ അയച്ച് സ്വീകരിക്കാൻ വേണ്ടി അയച്ച കേരള ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രി ആരും അറിയാതെ പെട്ടെന്ന് വിമാനത്താവളത്തിൽ പോയി 2 മിനിറ്റ് രഹസ്യ സംഭാഷണമൊക്കെ നടത്തി വന്നത് കേരളം കണ്ടതാണ്. ഇവിടെ പ്രശ്നം എന്താണ്? 16,900
3069 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ VS സുനിൽകുമാർ വാങ്ങിയിട്ടുണ്ട് തൃശ്ശൂരിൽ. പിന്നെ എങ്ങനെ തൃശ്ശൂരിൽ LDF വോട്ടിന്റെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും റിസൾട്ട് എല്ലാം വന്നു. ഏറ്റവും വലിയ കക്ഷി BJP ആണ്. ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രപതി വിളിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനം അതാണ്. ഭരണത്തിലേക്ക് BJPയുടെ കൈകളിലേക്ക് ഭരണം പോകുന്നു. രാജ്യം ഇനി എങ്ങനെ ഇത്രയും കാലം ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. നമ്മുടെ അവസാന ലാഭിലേക്കാണ് ചോദ്യമാണിത്. ഇതുവരെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല, ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. സ്ഥിതി ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ സാധ്യത? താങ്കളുടെ രാഷ്ട്രീയ ഒരു എങ്ങനെ? നരേന്ദ്രമോദിയുടെയും BJPയുടെയും RSSന്റെയും അജണ്ട ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ആ അജണ്ട വെച്ചുകൊണ്ട് തന്നെ നേരത്തെ ഭരണഘടനയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു നിയമം. ഇനി ഇന്ത്യ രാജ്യം വളർത്തിയെടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഒരേ നിയമം ബാധകമാക്കിക്കൊണ്ടല്ല, സമൂഹത്തിൽ താഴെത്തട്ടിൽ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് പ്രത്യേകമായ നിയമം ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ. അത് മതപരമായിട്ടല്ല, പട്ടികവർഗമടക്കമുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും. ഇനി അത്തരത്തിലുള്ള ഒരു അജണ്ട RSSന്റെ അജണ്ട ഇന്ത്യയിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷം മുന്നിലാണ്. അതായത് ഇത് അല്പായുസുള്ള ഗവൺമെന്റ് ആയിരിക്കും. BJPയെ വീണ്ടും രാഷ്ട്രപതി തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിച്ചാൽ അതെ, അത് അല്പായുസ് മാത്രമേ BJP ഒരു സുസ്ഥിരമായ ഭരണം കാഴ്ചവെച്ച പാർട്ടിയാണ് ഇന്ത്യയിൽ. മൂന്നാം ടേം കൊടുത്തിരിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ തെറ്റിദ്ധാരണ ഗുണങ്ങൾക്ക് ആ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോയ കുറെ ജനങ്ങളുണ്ട് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ. അവർ തിരിച്ച് ചിന്തിക്കുമെന്ന കാര്യം സംശയമില്ല. കാരണം BJP ആണ് സ്വതന്ത്രമായ കേരളത്തിൽ BJPയുടെ കൂടിയാണ് ഇപ്പൊ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് ഞാൻ വോട്ടിംഗ് പാർട്ടിയിൽ പറഞ്ഞത് ഇവരുടെ രണ്ടുപേരും ഞങ്ങൾ കൂടുകയാണ്. 100% ഞങ്ങൾ മുന്നണിയായി മത്സരിച്ചതാണ്. മുന്നണി രാഷ്ട്രീയമാണല്ലോ, NDA ആണല്ലോ. 293 സീറ്റ് ജനങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഖകരമായ രീതിയിൽ എങ്ങനെയാണോ ഇന്ത്യ നരേന്ദ്രമോദിയെ സ്വപ്ന സാക്ഷാത്കാരം സങ്കല്പം, ആ സങ്കല്പം കൃത്യമായി നടപ്പിലാകും എന്നാണ് ഹരിദാസ് പറയുന്നത്. പക്ഷേ ഇടതുമുന്നണിയുടെയും കോൺഗ്രസിന്റെയും ലീഡേഴ്സ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: എളുപ്പമല്ല ഇനി കാര്യങ്ങൾ. കൃത്യമായ പ്രതിപക്ഷമുണ്ട്, അതൊരാശ്വാസമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ നല്ല പ്രതിപക്ഷമുണ്ടെങ്കിലേ നല്ല ഭരണം ഉണ്ടാകും. അതുകൊണ്ട് ഇന്ത്യ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് നല്ലൊരു പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നേതാക്കളുടെ ഒരു മനസ്സ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം അവരുടെ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിന്റെ ഒരു പൊതുവായ രാഷ്ട്രീയ ബോധം എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ രാജ്യം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത 3 പേർക്കും നിറയുടെ നന്ദി, നമസ്കാരം.